നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അഭിയോട് നയന പറഞ്ഞു, എടാ എനിക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട്. ഇപ്പം അനഘ എങ്ങനെ ഈ വീണ് ഈ കിടപ്പ് കിടക്കുന്നില്ലേ? കാരണം തളർന്ന് കിടക്കുന്നില്ലേ? അതിന്റെ പിന്നില് നിന്റെ കൈകളുണ്ടോന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് അഭി പറഞ്ഞു, അയ്യോ നയനടുത്ത് എന്താ പറയണേ? അയ്യോ എനിക്ക് അറിയത്തൊന്നുമില്ല. അവൾക്ക് എന്തോ വലിയ മാരകമായ അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലേ പറഞ്ഞേ. അങ്ങനെ സംഭവിച്ചല്ലെന്ന് ചോദിക്കും. എടാ അങ്ങനെ സംഭവിച്ചാണെങ്കിലും പക്ഷേങ്കില് അതിന്റെ ഇടയ്ക്ക് നീ എന്തേലും പണി കൊടുത്തിട്ടുണ്ടോന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം മറ്റൊന്നുമല്ല, അന്ന് അവള് അവിടെ മരിച്ചെന്നറിഞ്ഞ് കഴിഞ്ഞപ്പോ തന്നെ നിന്റെ പ്രകടനങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കണ്ടല്ലേ. അപ്പൊ അതുകൊണ്ട് എനിക്ക് നല്ല സംശയം ഉണ്ടെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് അഭി പറഞ്ഞു, അയ്യോ നയനടുത്തി എന്നെ വെറുതെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ അവിടേക്ക് പോയെന്നുള്ളത് ശരി തന്നെയാ. പക്ഷെ അത് അവളുടെ സുഖവിവരം അന്വേഷിക്കാനാന്ന് പറയാം. എടാ നീ എങ്ങനെയാ പറയുള്ളെന്ന് എനിക്കറിയാം. എന്റെ ആദർശേട്ടൻ ഒരു തെറ്റും ചെയ്യാതെ നീ അവിടെ അത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചു കൂട്ടി വെച്ചല്ലേ. അപ്പം നിനക്ക് അതിബുദ്ധിയാന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷെ ആ അതിബുദ്ധി ഉപയോഗിച്ച് ഇനി അനികെ ഇല്ലാതാക്കാൻ എന്തേലും പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല. അറിയാലോ, നീ ജയിലിലായിരിക്കും ഇനി നിന്റെ ശേഷിച്ച കാലം കഴിയാൻ പോകുന്നത്. അറിയാലോ, ആദർശേട്ടൻ ഒരു തെറ്റും ചെയ്യാതെ ഇപ്പൊ ആദർശേട്ടൻ ഒരു വലിയ കുറ്റം ഏറ്റെടുത്തിരിക്കുക. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? എന്റെ നബിയേച്ചിയുടെ ജീവിതം തകർന്നു പോകാതിരിക്കാൻ വേണ്ടി മാത്രം. പക്ഷേങ്കില് ഇനി നീ ഇങ്ങനെ തെറ്റുകൾ ചെയ്ത് കൂട്ടിയിട്ടുണ്ടെങ്കിൽ വേറൊന്നും നോക്കത്തില്ല. ഉള്ള സത്യങ്ങളൊക്കെ അങ്ങോട്ട് ഞങ്ങൾ തുറന്നു പറയും. പിന്നെ നിന്റെ അവസ്ഥ എന്താന്ന് നിനക്ക് തന്നെ ഊഹിക്കാൻ പറ്റുന്നല്ലോ അപ്പുറമായിരിക്കും എന്ന് പറയണം. അതുകൊണ്ട് നന്നായിട്ട് ജീവിച്ചാൽ നിനക്കൊള്ളാം. ഇതെന്റെ അവസാന വാണിങ്ങ. ഇനി ഇങ്ങനൊരു വാണിങ് ഉണ്ടാകത്തില്ല. പിന്നെ അവിടെ പോവാനോ അവളെ ഭീഷണിപ്പെടുത്താനോ ശ്രമിച്ചാണ്ടല്ലോ നീ പിന്നെ ബാക്കി ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് നയനെ അങ്ങോട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് പോവാണ്. ഈ സമയത്ത് അവയ്ക്ക് ദേഷ്യമായി. അവളുടെ ഒരു ഭീഷണി റാസ്കൽ. ആ നന്ദു എന്ന് പറയുന്നുള്ള SIയും കൂടെ ആയി കഴിഞ്ഞപ്പത്തിന് അവൾക്ക് കുറച്ച് അഹങ്കാരങ്ങൾ കൂടി എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ പറയുകയാണ്. ഈ സമയത്ത് ദേവേനെ എന്ത് ചെയ്യുവാണ്? നേരെ അനാമികയുടെ വീട്ടിലേക്ക് ചെല്ലുവാണ്. ചെല്ലുന്ന സമയത്ത് ചന്തുമോളോട് പറഞ്ഞു, മോള് കാരണത്ത് ഇരിക്കും കേട്ടോ. ദേ അച്ഛമ്മ ഇപ്പൊ വരാന്ന് പറഞ്ഞ് അങ്ങോട്ട് കയറി ചെല്ലുന്നേ. അങ്ങനെ കയറി ചെല്ലുമ്പോൾ കഥമൊക്കെ ഇങ്ങനെ പകുതി തുറന്നു കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കാണ് ദേവേനെ അകത്തെ സംഭാഷണം കേൾക്കുന്നത്. അനാമിക അവിടെ ഉണ്ടായിരുന്നു. അനാമികയെ വേണുവിന്റെ അവധി തമ്മിലുള്ള സംഭാഷണം ദേവേന് യാദൃശ്ചികമായിട്ട് കേൾക്കുവാണ്. വേണു പറഞ്ഞു, എന്റെ മോളെ അന്ന് മോള് കരള് പാത്ത് നൽകുമായിരുന്നെങ്കിൽ ദേ ഇന്ന് മോൾക്ക് അവിടെ സുഖമായിട്ട് നിൽക്കായിരുന്നു. മോളുടെ വെല്ലുമ്മ മോളെ ഉള്ളം കൈ കൊണ്ടുനടന്നേനെന്ന് പറയണം. ഇത് കേട്ടുകഴിഞ്ഞപ്പോ അനാമിക പറഞ്ഞു, അത് വല്ലതും നടക്കുന്ന കാര്യമാണോ അച്ഛാ? എന്നെ കൂടെ പറ്റില്ലായിരുന്നു പറയണം. മോളെ അത് മാത്രല്ല, ഇനി നിനക്ക് അവിടെ ഒരു പിടിച്ചുവയ്പ് ഉണ്ടാവേണ്ട വലിയ ചാൻസ് കുറവാ. ആ നയനെന്ന് പറയുന്നോളൂ സത്യങ്ങളൊക്കെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. നിനക്ക് ഇനി അവിടെ പിടിച്ചു വയ്ക്കാൻ പറ്റില്ലെന്ന് പറയാം. അച്ഛൻ എന്താ പറയണെന്ന് വെക്കും. അല്ല നീ കാരണമാണ് നീ നവ്യയ്ക്ക് കൊടുത്ത, അതായത് നവ്യയ്ക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് പാലിനകത്ത് വിഷം കലർത്തിയതാണ് ദേവേനെ എടുത്ത് കുടിച്ചതെന്നങ്ങനെ ദേവേനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നോട് പൊറുക്കത്തില്ല. പിന്നെ നിനക്ക് അവിടെ നിലനിൽപ്പുണ്ടാകത്തില്ലെന്ന് പറയാം. ഇത് പുറത്തു നിന്ന് ദേവേനെ കേട്ടു. ദേവേനെ ഒരു നിമിഷം ഇങ്ങനെ ഞെട്ടിപ്പോയി. ദൈവമേ, എന്തൊക്കെയാ പറയണേ? അപ്പം അങ്ങനെയായിരുന്നോ സംഭവിച്ചേ? നവ്യയ്ക്ക് പാലിനകത്ത് വിഷം കലർത്തി കൊടുത്ത് ഇവളായിരുന്നോ? ഈ സമയത്ത് അനാമിക പറഞ്ഞു, ആ നയനെന്ന് പറയുന്നവള് എന്താണെങ്കിലും കള്ളത്തരങ്ങളെ കണ്ടുപിടിച്ചു. ഞാനും അമ്മയും ചേർത്തിട്ട് അതുപോലെ ചെയ്തെന്നുള്ളത് അത് പറഞ്ഞിട്ട് അവളെന്നെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുവായിരുന്നല്ലോ. അതുകൊണ്ട് മാത്രം പല അവസരങ്ങളിലും അവളുടെ മുന്നിലൊക്കെ ഞാനിങ്ങനെ തോറ്റു കൊടുക്കേണ്ടി വന്നിട്ടുള്ളതെന്ന് പറയണം. എനിക്ക് അങ്ങോട്ടേക്ക് പോകാൻ പോലും തോന്നുന്നില്ല. ഈ സമയം വേണു പറഞ്ഞു, മോളെ പോകാതിരുന്ന എങ്ങനെയാ കാര്യങ്ങൾ ശരിയാവുന്നേ? നീ പോവാതിരുന്നിട്ടുണ്ടെങ്കിൽ വല്ല കാര്യവും ശരിയാവുമോ? എൻ്റെ അച്ഛാ, എനിക്ക് പോകണമെന്ന് ആഗ്രഹമൊന്നുമില്ലായിരുന്നു. പിന്നെ ആ നന്ദു എന്ന് പറയുന്നവളുടെ മുഖം ഓർത്ത് കഴിയുമ്പോൾ പോകാതിരിക്കാനും പറ്റില്ല. അതെ, ഞാനും അനിയും തമ്മിൽ നല്ലൊരു ജീവിതം ഉണ്ടായില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നന്ദു എന്ന് പറയുന്നവൾ ഒരിക്കലും അങ്ങോട്ടേക്ക് വലതുകാലം വെച്ച് കയറാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ ജീവനോടെ എളുപ്പം സമ്മതിക്കില്ല. എൻ്റെ ജീവിതം തകർന്നാലും കുഴപ്പമില്ല. ആ നന്ദു എന്ന് പറയുന്നവൾക്ക് ഒരു ജീവിതം ഉണ്ടാവരുത് എന്നൊക്കെ ഇങ്ങനെ അനാമിക ഭയങ്കര ദേഷ്യത്തോടു കൂടി വേണുവിനോട് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ വേണു പറഞ്ഞു, മോളെ ഒരു കാര്യം ചെയ്യുക, ഇനിയിപ്പോൾ ദേവയാനിയോ ആരെങ്കിലും വന്ന് വിളിച്ചിട്ടുണ്ട് നീ അങ്ങോട്ടേക്ക് പോകാൻ നോക്ക്. ഇനി ഇവിടെ നീ നിൽക്കണ്ടെന്ന് പറയണം. ശരി അച്ഛ എന്നൊക്കെ പറയണം. ദേവേനിക്ക് പിന്നെ അങ്ങോട്ട് കയറാൻ തോന്നിയില്ല. ദേവേനി പെട്ടെന്ന് കാറിനടുത്തേക്ക് തിരികെ വന്നു. പിന്നീട് പറഞ്ഞു, വണ്ടി എടുക്കാൻ പറയാണ്. ദേവേനി കരയുന്നുണ്ടായിരുന്നു. അപ്പോഴേക്കും ചന്ദമോള് ചോദിച്ചു, എന്താ അച്ഛമ്മേ? അച്ഛമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞു വിടുന്ന എന്താന്ന് ചോദിക്കുക. ഒന്നുമില്ല മോളെ, കണ്ണിനകത്തൊരു കരട് പോയതാന്ന് പറയണം. പിന്നീട് ദേവേനി അങ്ങോട്ടേക്ക് പോവാ. കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ആദർശിന്റെ അരിയിലേക്ക് നയന വരുവാണ് കമ്പനിയിൽ. എന്നിട്ട് പറഞ്ഞു, അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു, അമ്മയ്ക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന്. അതെന്താ? നമ്മൾ വീട്ടിൽ നിന്നല്ലേ പോന്നേ? അപ്പൊ അമ്മയൊന്നും പറഞ്ഞല്ലോ. വീട്ടിലേക്കെല്ലാം അല്ല പറഞ്ഞേ, അമ്മ പുറത്താന്ന് പറയണ. പുറത്തോ? അതെ, അമ്മയ്ക്ക് എന്തോ കാര്യമായിട്ട് പറയാനുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് ആദർശ് പറഞ്ഞു, ഈയിടെയായിട്ട് മൊത്തം ഓരോരോ പ്രശ്നങ്ങൾ ഓരോ ദിവസം ഉണ്ടായിക്കൊണ്ടിരിക്കണേ. നയന പറഞ്ഞു, അത് ശരിയാ, അനാമികയുടെ പ്രശ്നവും നവ്യേച്ചിയുടെ
അബിയുടെ എല്ലാം പ്രശ്നം കാരണം കുടുംബത്തിലൊരു സമാധാനം ഇല്ലാതെക്കൊണ്ടിരിക്കുകയെന്ന് പറയണം. ആദർശ് പറഞ്ഞു, എങ്ങനെ സമാധാനം ഉണ്ടാവാനായിട്ടാ? അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ ചെയ്ത് കൂട്ടി വെച്ചിരിക്കുന്നേ. ഇനിയിപ്പോൾ അമ്മയെ കണ്ടാലറിയാം അമ്മ എന്താ പറയാൻ പോകുന്നത്. അല്ലെങ്കിൽ തന്നെ അമ്മ ഇപ്പൊ CID പണി പോലെ അനാമികയുടെ പിന്നാലെ നടക്കുമല്ലേ. അവൾ എന്ത് ചെയ്യുന്നു ഏത് ചെയ്യുന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അമ്മ ഇനിയിപ്പോൾ അവളുടെ എന്തെങ്കിലും ചതി കണ്ടെത്തി എന്തോ ചെന്ന് കഴിയുമ്പോൾ അറിയാന്നൊക്കെ പറയണം. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ദേവേനെ കാണാനായിട്ട് പോയി നിൽക്കുകയാണ്. കുറെ സമയം കഴിഞ്ഞപ്പോഴത്തേനും ദേവേനെ അങ്ങോട്ടേക്ക് വന്നു. പിന്നീട് നയനയുടെ ആദർശിന്റെ ഇടയിലേക്ക് ദേവേനെ വന്നിട്ട് നയനയോട് ചോദിച്ചു, അല്ല നിങ്ങൾ എന്നിൽ നിന്ന് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക. എന്തെങ്കിലും കാര്യം മറച്ചു വെക്കുന്നുണ്ടോന്ന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നയന പറഞ്ഞു, പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഇല്ലാമ്മ എന്ന് പറയണം. വെറുതെ കള്ളത്തരം പറയരുത്. എനിക്കറിയാം നിങ്ങൾ എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട്. മോളെ നയനെ, നീ ഇത്ര എന്നോട് അടുപ്പമായിട്ട് നീ എന്നോട് സത്യങ്ങളൊക്കെ മറച്ചു വെച്ചില്ലേ, എന്നാലും എന്നോട് പറയാമെന്ന് പറയണം. എന്ത് കാര്യ അമ്മേ? അനാമിയെക്കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടോയെന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു, അത് പിന്നെ ഈ സമയം ദേവേനെ പറഞ്ഞു, ഇനി രണ്ടുപേരും ഉരുണ്ട് കളിക്കണ്ട. ഞാൻ അനാമികയെ കാണാനായിട്ട് അങ്ങോട്ട് ചെന്നിട്ടുണ്ടായിരുന്നു. അവളെ വിളിച്ചോണ്ട് വരാൻ പറ്റുമെങ്കിൽ വിളിച്ചോണ്ട് വരാമെന്ന് കരുതിയിട്ട്. പക്ഷെ ആ സമയത്ത് ഞാൻ അവരുടെ കുറെ സംഭാഷണമൊക്കെ കേട്ടെന്ന് പറയണം. എനിക്ക് പാലിനകത്ത് വിഷം കലർത്തി തന്നെ അനാമിക അല്ലേന്ന് ചോദിക്കുക. അനാമികയുടെ അമ്മയും കൂടെ ഒരു നിമിഷം നയനയെ ആദർശം ഞെട്ടിപ്പോയി. അങ്ങനെ അമ്മയെ സത്യം അറിഞ്ഞിരിക്കുന്നു. പിന്നീട് ദേവേനെ പറഞ്ഞു, നവ്യക്ക് കൊടുക്കാൻ വെച്ച പാലാ അത്. ശരിക്കും പറഞ്ഞാല് നവ്യ എങ്ങനെ എടുത്ത് കുടിച്ചായിരുന്നെങ്കിലോ ഇന്ന് ആ കുഞ്ഞു ജീവനോടെ ഉണ്ടായിരിക്കുമോ? ഒരിക്കലുമില്ല. എന്തൊരു ദുഷ്ടത അവൾ കാണിച്ചത്. ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു, അമ്മ ഇത് ഞാൻ അറിഞ്ഞായിരുന്നു. പക്ഷെ അമ്മ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് വിഷമമാവെന്ന് കരുതിയിട്ടാ. ഈ സമയത്ത് ദേവേനെ പറഞ്ഞു, അവൾ എത്ര ക്രൂരിയായി പോയല്ലോ. എന്നിട്ടോ അവൾ എനിക്ക് കരള് പോലും തന്നില്ല. പക്ഷേങ്കിൽ അവൾ ആ കരളെങ്കിലും എനിക്ക് തരുമായിരുന്നെങ്കിൽ കുറച്ചെങ്കിലും എനിക്ക് അവളോട് ക്ഷമിക്കാൻ പറ്റിയാലും. പക്ഷെ ഇതെനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. അവൾ സ്വാർത്ഥയാന്ന് പറയണം. പിന്നെ നീ എന്തിനാ മോളെ എല്ലാം അറിഞ്ഞു വെച്ചിട്ട് നീ എനിക്ക് കരളൊക്കെ തന്നേന്ന് ചോദിക്കുകയാണ്. നിനക്ക് അതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നെന്ന് ചോദിക്കുക. അത് കേട്ടപ്പോൾ നയന പറഞ്ഞു, അമ്മ എൻ്റെ ആദർശൻ്റെ അമ്മയല്ലേ, അപ്പം എനിക്ക് എൻ്റെ സ്വന്തം അമ്മയെപ്പോലെ തന്നെയാ. അമ്മയ്ക്കൊരു ആപത്ത് വന്നാൽ ഞാനല്ലേ സഹായിക്കണ്ടേ, വേറെ ആരാ എന്നൊക്കെ ചോദിക്കുകയാണ്. ദേവേനിക്ക് ഒന്നുകൂടെ സങ്കടമായി. ദേവേനി പറഞ്ഞു, എന്നിട്ട് ഞാൻ മോളെ മനസ്സിലാക്കാൻ വൈകിയല്ലോ എന്നൊക്കെ പറയാണ്. പക്ഷേ ഉണ്ടല്ലോ ഇനിയൊരു കാര്യമുണ്ട്. ആ അനാമിക എന്ന് പറയുന്നവൾക്ക് ഞാൻ മാപ്പ് കൊടുക്കില്ല. ഇത് കേട്ടപ്പോൾ ആദർശ് പറഞ്ഞു, അനിയുടെ ജീവിതം ഓർത്തിട്ടാ എനിക്ക് വിഷമം. പക്ഷെ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിലോ അനിയുടെ ജീവിതം താറുമാറാവും. ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു, ഇതെങ്ങാനും അനി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ ആ സെക്കൻഡ് തന്നെ അവളെ അവിടുന്ന് പറഞ്ഞു വിടത്തുള്ളൂ. അവൾ ഒരിക്കലും അടിച്ച വീട്ടിനകത്ത് കയറ്റില്ല എന്ന് പറയണം. ദേവേനി പറഞ്ഞു, അതാ ശരിക്കും ചെയ്യേണ്ടത്. അനാമിക എന്ന് പറയുന്നത് ഇത്രയും ദുഷ്ടയല്ലേ. ഒരു പക്ഷേങ്കിൽ നാളെ അനിക്ക് ഇതുപോലെ എന്തെങ്കിലും ചെയ്തു കൊടുത്താലോ? അനിയുമായിട്ട് നല്ലൊരു ദാമ്പത്യ ജീവിതം അല്ലല്ലോ അവർക്കുള്ളത്. അങ്ങനെയാണെങ്കിൽ അനിയെ കൊല്ലാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലോ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ അവളെ അവിടുന്ന് പറഞ്ഞു വിടണമെന്ന് പറയാം. ആദർശ് പറഞ്ഞു, അത് അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമാണോ? മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിലോ അവർക്ക് വിഷമാവില്ലേന്ന് ചോദിക്കാം. ദേവേനി പറഞ്ഞു, അത് ശരിയാ. അച്ഛനും അമ്മയ്ക്കും സഹിക്കാൻ പറ്റില്ല. കാരണം ഇന്ന് വരെ കുടുംബത്തിൽ അങ്ങനെയൊന്നും നടന്നിട്ടില്ലല്ലോ. അപ്പം അതിൻ്റെതായ ബുദ്ധിമുട്ട് കാണും. ഈ സമയം നയന പറഞ്ഞു, എടുത്തടിച്ചൊരു തീരുമാനമൊന്നും എടുക്കണ്ട അമ്മേ. നമുക്ക് ആലോചിച്ചൊരു തീരുമാനം എടുക്കാം എല്ലാവരുമായിട്ട്. മുത്തശ്ശനും മുത്തശ്ശിയും അറിയാതെ തന്നെ കാര്യങ്ങളൊക്കെ ഒന്ന് തീരുമാനിക്കാം. ഒരുപക്ഷെ അവരെ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് സഹിക്കാൻ പറ്റില്ല ഇത്രയും വലിയൊരു കാര്യമൊക്കെ. കാരണം അവരൊരിക്കലും പ്രതീക്ഷിക്കുന്നില്ലോ എന്ന് പറയണം. ദേവേനി പറഞ്ഞു, അത് ശരി തന്നെയാ. എന്നാലും ഇത്രയ്ക്ക് ദുഷ്ടരായി പോയല്ലോ അനാമികയുടെ അച്ഛനും അമ്മയൊക്കെ. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അവരെല്ലാം മുൻകൂർ പ്ലാൻ ചെയ്തല്ലേ അനന്തപുരിയിലേക്ക് കടന്നു വന്നേന്ന് ചോദിക്കുകയാണ്. നയന പറഞ്ഞു, ശരിയാ അമ്മ, ഇനിയിപ്പോൾ ഇതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. അമ്മ ധൈര്യമായിട്ടിരിക്കുക. എന്ത് വന്നാലും അമ്മയുടെ കൂടെ ഞങ്ങളുണ്ടെന്നൊക്കെ പറയണം. പിന്നീട് ദേവേനി വീട്ടിലേക്ക് വരുന്ന സമയത്ത് ജാനകി അങ്ങോട്ടേക്ക് വന്നു. ജാനകി വന്നിട്ട് ചോദിച്ചു, അല്ല ഏട്ടത്തി അനാമിയെ കൂട്ടുമെന്ന് പറഞ്ഞിട്ടോ? ഇത് കേട്ടപ്പോഴത്തേനും ദേവേനി പറഞ്ഞു, എനിക്ക് മനസ്സിലായിരുന്നു, ഞാൻ കൂട്ടിക്കൊണ്ട് വന്നില്ല അവളെ. അവൾ സ്വന്തം ഇഷ്ടപ്രകാരം പോയതല്ലേന്ന് ചോദിക്കുക. എന്ത് വർത്താനം ഏട്ടത്തി പറയണേ? അല്ല ഏടത്തിയുടെ മരുമോള് പോയി കഴിഞ്ഞപ്പോൾ ഏടത്തി കൂട്ടിക്കൊണ്ട് വന്നായിരുന്നല്ലോ. അത് അവളുടെ ഭാഗത്ത് ന്യായം ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ട്. അപ്പം എന്താ എൻ്റെ മരുമോള് കൊള്ളത്തില്ലേ? എൻ്റെ മരുമോളുടെ അടുത്ത് ന്യായമൊന്നും ഇല്ലേന്ന് ചോദിക്കുക. അത് നിനക്ക് മാത്രം തോന്നിയിട്ട് കാര്യമില്ലല്ലോ ജാനകി, ഞങ്ങൾക്ക് കൂടെ തോന്നണ്ടേന്ന് ചോദിക്കുക. ഓഹോ, അപ്പൊ ഏട്ടത്തി ഇപ്പം ആ നയനെന്ന് പറയുന്നവളൊക്കെ ആയിട്ട് കൂടി ചേർന്നിട്ട് എൻ്റെ മരുമോളെ ഇങ്ങോട്ട് കൊണ്ടുവരാതിരിക്കാൻ ശ്രമിക്കുക അല്ലേന്ന് ചോദിക്കുകയാണ്. നീ എന്തൊക്കെ പറഞ്ഞാലും ജാനകി, ഞാൻ അവളെ കൂട്ടാൻ പോകത്തില്ല. അവളെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരത്തില്ല. നീ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നുമല്ല. അവളുടെ സ്വഭാവം ശരിയല്ല. അവളുടെ വീട്ടുകാരുടെ സ്വഭാവം ശരിയല്ല എന്ന് പറയണം. ജാനകി പറഞ്ഞു, ഏട്ടത്തി കൂട്ടണ്ട. എൻ്റെ മരുമോളെ അവളുടെ സ്വഭാവം ഞാൻ നോക്കിക്കോളാം. ഏട്ടത്തി നോക്കണ്ട. ഏട്ടത്തി വിളിച്ചില്ലെങ്കിലും ഞാൻ അവളെ പോയി വിളിച്ചുകൊണ്ട് വന്നോളാം എന്നും പറഞ്ഞിട്ട് ജാനകി ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ്. ദേവേനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ദേവേനിക്ക് കട്ടക്കലിപ്പായി പോയി. പിന്നീട് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മുത്തശ്ശൻ പറഞ്ഞു, സ്വർണത്തിന്റെ വില പോകുന്ന പോക്കെ. മുത്തശ്ശി പറഞ്ഞു, കുറച്ച് കുറഞ്ഞിട്ടുണ്ടല്ലേ? എവിടെ? 10,75,000 രൂപയായി. ഇങ്ങനെ പോയിട്ടുണ്ട്, ആൾക്കാർ എങ്ങനെ വാങ്ങാനാ എന്നൊക്കെ പറയാ.
മുത്തശ്ശി പറഞ്ഞു ചിലപ്പോൾ കുറയുമായിരിക്കും. ഓണത്തിനൊക്കെ നല്ല സെയിൽ നടക്കണ്ടല്ലേ നമ്മുടെ കടയിൽ എന്നൊക്കെ പറയാണ്. അപ്പോഴേക്കാണ് ദേവേനെ ഇങ്ങോട്ടേക്ക് വരുന്നത്. ദേവേനെ കണ്ടപ്പോൾ മുത്തശ്ശൻ ചോദിച്ചു, അല്ല നീ അനാമികനെ കൂട്ടാൻ പോവാന്ന് പറഞ്ഞിട്ട് പോയില്ലേന്ന് ചോദിക്കുകയാണ്. എന്തു പറ്റി? അവള് വന്നില്ലേ ഇനി നിന്റെ കൂടെ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ദേവേനെ പറഞ്ഞു, ഇല്ലച്ചാ ഞാൻ അങ്ങോട്ടേക്ക് പോയില്ല. അതെന്താ? കാര്യം എന്താന്ന് വെച്ചാൽ പറ. അത് പിന്നെ എനിക്കെന്തോ പോകാൻ തോന്നിയില്ല, അവളെ വിളിച്ചോണ്ട് വരാൻ തോന്നില്ല. കാരണം അനി പറയുന്നതിലും കാര്യമുണ്ടെന്ന് തോന്നേ. അവളുടെ വീട്ടുകാരും അത്ര ശരിയാന്ന് എനിക്ക് തോന്നില്ല എന്ന് പറയണം. ഇത് കേട്ടപ്പം മുത്തശ്ശൻ പറഞ്ഞു, ദേ ആ വേണുവിനെ കുറിച്ച് ഞാനും കുറെ കേട്ടിട്ടുണ്ട്, കള്ളങ്ങളൊക്കെ പറയുന്നതെന്ന്. അജയ് മുമ്പ് എന്നോട് പറഞ്ഞിട്ടുണ്ട്, അത് ഞാനും കേട്ടിട്ടുണ്ട്. പക്ഷെ എന്നും പറഞ്ഞോണ്ട് അനിയുടെ അനാമികയുടെ ജീവിതം തകർക്കേണ്ട കാര്യമുണ്ടോ? ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ദേവേന് പറഞ്ഞു, ഞാൻ പോയില്ലെന്നേ ഉള്ളൂ, ജാനകി വിളിക്കാൻ പോയിട്ടുണ്ട്. എന്നാൽ പിന്നെ നിനക്കൂടെ ആ കൂടെ പോകാൻ മേലായിരുന്നു എന്ന് ചോദിക്കും. ഓ എനിക്ക് പോകാൻ തോന്നിയില്ല അച്ചാന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞാൽ മുത്തശ്ശി ചോദിച്ചു, ആന്താ മോളെ നീ അങ്ങനെ പറഞ്ഞേ? അല്ല പിന്നെ എനിക്ക് വിഷമമുണ്ടാകുന്ന കാര്യം, അനി ഇപ്പം തന്നെ ആണെങ്കിലും ഭയങ്കര കരച്ചിലും പറച്ചിലും ഒക്കെയാ. മുത്തശ്ശി പറഞ്ഞു, ദേവേ അങ്ങനെയൊക്കെ അവൻ ചിലപ്പോൾ കാണിച്ചെന്നിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് അവൻ്റെ താളത്തിനൊത്തുള്ള നമുക്ക് പറ്റുമോയെന്ന് ചോദിക്കുക. അപ്പോഴേക്കും ദേവേന് പറഞ്ഞു, എന്തോ എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അച്ഛാ അവൾ ഇങ്ങോട്ട് വരുന്നതിനെ പറ്റി. കാരണം അവളുടെ വീട്ടുകാരൻ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് കയറി കൂടിയെന്നൊരു സംശയമുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പം മുത്തശ്ശൻ പറഞ്ഞു, മുമ്പ് നയനയുടെ കാര്യത്തിൽ നീ ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരുന്നേ, അവസാനം അവളുമായിട്ട് കൂട്ടായില്ലെന്ന് ചോദിക്കുക. പക്ഷെ ഇത് അതുപോലെയല്ല അച്ഛാ, ഇതാ അച്ഛൻ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല, അതിനേക്കാളും അപ്പുറം. ഒരു പക്ഷെ അവൾ ഇനി ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവളെ ഈ കുടുംബത്തിൻ്റെ അംഗമായിട്ട് കാണാനായിട്ട് എന്നെ കൊണ്ട് സാധിക്കില്ല, എന്നെ ആരും നിർബന്ധിക്കുകയും ചെയ്തേക്കില്ലെന്ന് പറയണം. മുത്തശ്ശി ചോദിച്ചു, അതെന്താ ദേവേനി നീ അങ്ങനെ പറയണേ? അതങ്ങനെ അച്ഛാ, എനിക്ക് അവളെ ഉൾക്കൊള്ളാൻ കഴിയില്ല. അനിയുടെ ഭാര്യയായിട്ട് എനിക്ക് അവളോട് നിൽക്കണമെന്ന് ഒരാഗ്രഹമില്ല. എത്രയും പെട്ടെന്ന് അവളെ വീട്ടിൽ നിന്ന് പറഞ്ഞു വിടുവാണെങ്കിൽ നല്ല കാര്യമായിരിക്കും എന്ന് പറയണം. മുത്തശ്ശൻ ഒരു നിമിഷം ഒരു അന്താളിപ്പോട് കൂട്ടിയിട്ട് ദേവേനിയെ നോക്കുവാണ് ഈ സത്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണേണ്ടത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്.